വിവിധ ജോലികൾക്കായി കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. നിർമ്മാണ മേഖല മുതൽ തട്ടുകടകൾ വരെ ഇന്ന് ഭായിമാരെ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് വർദ്ധിച്ചപ്പോൾ പോലീസിനും നാട്ടുകാർക്കും തലവേദന സൃഷ്ടിക്കുകയാണ് ഇക്കൂട്ടത്തിലെ ബംഗ്ലാദേശികൾ. ഇന്ത്യക്കാർ എന്ന പേരിൽ കേരളത്തിലേക്ക് എത്തുന്നതിൽ നല്ലൊരു പങ്കും ബംഗ്ലാദേശികളാണെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം മന്നത്ത് നിന്ന് ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയ 27 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇത്രയും അധികം വിദേശികളെ പിടികൂടിയതിലൂടെ അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തുന്നതിൽ ഒറിജിനൽ ഏത് വ്യാജനേത് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. കേരളത്തിലേക്ക് എത്തുന്ന ഭായിമാർ നൽകുന്ന തിരിച്ചറിയൽ രേഖകളുടെ വിശ്വാസ്യതയും ഇതോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത്രയും അധികം ബംഗ്ലാദേശികളെ ഒരുമിച്ച് പിടികൂടിയതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. വ്യാജമായി ആധാർ കാർഡ് നിർമ്മിച്ചാണ് ഇവരുടെ വരവ്. ഇവ തരപ്പെടുത്തി കൊടുക്കാൻ ബംഗ്ലാദേശിൽ ഏജന്റുമാർ ഉണ്ടെന്നാണ് പിടിയിലായവർ പോലീസിന് നൽകിയ മൊഴി. കൂടുതൽ കൂലി ലഭിക്കുമെന്ന കാരണത്താലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും നിന്ന് കൂട്ടമായി അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തുന്നത്. ഈ കൂട്ടത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് മുൻപ് നാടുകടത്തപ്പെട്ടവർ ധാക്കയിൽ നിന്ന് കൊൽക്കത്തയിലേക്കും അവിടെ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നുഴഞ്ഞു കയറുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ മുൻപ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടത്തുന്ന പ്രക്രിയ മുൻപ് നടത്തിയിരുന്നു. എന്നാൽ ഓരോ ദിവസവും ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നതോടെ രജിസ്ട്രേഷൻ പദ്ധതി പാളിയ സ്ഥിതിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും ശക്തമാണ്. ലഹരി വസ്തുക്കളുമായി പോലീസും എക്സൈസും പലതവണ ഇവരെ പിടികൂടിയിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കാവൂവെന്നും പോലീസും തദ്ദേശ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യം ശക്തമാണ്. വിവിധ മേഖലകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നാട്ടുകാർക്കും ആശങ്ക ഉയരുകയാണ്. 2013 ഗുലാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠനത്തിൽ കേരളത്തിലേക്കുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം 23 ലക്ഷമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായും കൃത്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ പഠനം റെയിൽവേയുടെ കണക്കുകൾ ആധാരമാക്കിയായിരുന്നു. 30 ലക്ഷത്തിലധികം പേരാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കേരളത്തിലേക്ക് തൊഴിലാവശ്യങ്ങൾക്കും മറ്റുമായി കുടിയേറിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന 25 പ്രദേശങ്ങളിലെ 194 ജില്ലകളിൽ നിന്നാണ് കേരളത്തിലേക്ക് കുടിയേറ്റം നടക്കുന്നത്. ഇവയിൽ 5ൽ 4 ഭാഗവും വരുന്നത് തമിഴ്നാട്, കർണാടക, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ആസാം എന്നീ 8 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഒപ്പം ജമ്മു കാശ്മീരിലെ ബരാമുള്ള, അരുണാചൽ പ്രദേശിലെ നാംസായി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ കേരളത്തിലേക്ക് തൊഴിലാവശ്യങ്ങൾക്കായി കുടിയേറിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, സിക്കിം, ത്രിപുര, ആസാം എന്നിവിടങ്ങളിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ പ്രധാനമായും ടെക്സ്റ്റൈൽസ് മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരാണ് കേരളത്തിൽ പ്രധാനമായും സലൂണുകളിൽ ജോലി ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ജനങ്ങളാണ് കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികളിൽ മേൽക്കൈ പുലർത്തുന്നത്.